മരണത്താൽ മറയാത്ത മഹൽ സ്നേഹപ്രഭയാ തിരഞ്ഞെടുത്തവൻ നമ്മെ തിരുമുൻപിൽ വസിപ്പാൻ. മരണത്താൽ മറയാത്ത മഹൽ സ്നേഹപ്രഭയാ തിരഞ്ഞെടുത്തവൻ നമ്മെ തിരുമുൻപിൽ വസിപ്പാൻ. തിരഞ്ഞെടുത്തവൻ നമ്മെ തിരഞ്ഞെടുത്തവൻ നമ്മെ തിരഞ്ഞെടുത്തവൻ നമ്മെ തിരുമുൻപിൽ വസിപ്പാൻ. ഇന്ന് മെയ് മാസം 31-ാം തീയതിയാണ്. 2024 5-ാം മാസത്തിൻ്റെ അവസാനത്തെ ദിവസം. കഴിഞ്ഞ 5 മാസങ്ങൾ എന്ന് മാത്രമല്ല, നമ്മുടെ ആയുസ്സിൻ്റെ ഈ നിമിഷം വരെയും നമ്മെ പരിപാലിച്ച ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. 48-ാം സങ്കീർത്തനത്തിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ, അഥവാ സങ്കീർത്തനത്തിൻ്റെ അവസാനത്തെ വാക്യത്തിൽ ദൈവത്തിൻ്റെ വചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ഈ ദൈവം എന്നുമെന്നേക്കും നമ്മുടെ ദൈവമാകുന്നു, അവൻ നമ്മെ ജീവപര്യന്തം വഴി നടത്തും. അനിശ്ചിതത്വങ്ങൾ നിറഞ്ഞിരിക്കുന്ന, അസമാധാനം നിറഞ്ഞിരിക്കുന്ന, ഒത്തിരി പ്രയാസങ്ങൾ നിറഞ്ഞിരിക്കുന്ന, പ്രതിസന്ധികൾ നിറഞ്ഞിരിക്കുന്ന ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ദൈവവചനം നമ്മളോട് വ്യക്തമായി പറയുന്നു, ഇസ്രായേൽ ആരാധിച്ച, പൂർവ്വപിതാക്കന്മാർ ആരാധിച്ച അതേ സകലത്തിൻ്റെയും സൃഷ്ടാവായ ആ ദൈവം നമ്മുടെ പിതാവാണ്. ആ ദൈവം നമ്മുടെ ദൈവമാണ്. ജീവപര്യന്തം അവൻ വഴി നടത്തും. നാളെയെക്കുറിച്ച് ഉള്ള ഭാരങ്ങൾ, ചിന്താകുലങ്ങൾ, പ്രയാസങ്ങൾ, എങ്ങനെ മുന്നോട്ട് പോകും, എങ്ങനെ കാര്യങ്ങൾ ശരിയാകും എന്നൊക്കെയുള്ള ആകുല ചിന്തകളൊക്കെ എന്നെയും നിങ്ങളെയും അലട്ടുമ്പോൾ കർത്താവ് ദൈവവചനത്തിലൂടെ നമ്മോട് പറയുന്നു, ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. എബ്രായലേഖനം 13:5 വേദവചനത്തിൽ നിന്ന്, അല്ലെങ്കിൽ പഴയ നിയമഭാഗത്തു നിന്നും എബ്രായ ലേഖന കർത്താവ് എടുത്ത് ഉദ്ധരിക്കുകയാണ്, ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല എന്ന് ദൈവം നമ്മോട് അരുളി ചെയ്തിരിക്കും. അതുകൊണ്ട് പാട്ടുകാരനോട് ചേർന്ന് നമുക്ക് പാടാം: താൻ വാഴുകയാ, ആകുലമില്ല, നാളെയെന്ന് ഭീതിയില്ല, ഭാവിയെല്ലാം തൻ കയ്യിലെന്നോർത്താൻ, എത്ര ധന്യമേ ലോക ജീവിതം. താൻ വാഴുകയാ, ആകുലമില്ല, നാളെയെന്ന് ഭീതിയില്ല, ഭാവിയെല്ലാം തൻ കയ്യിലെന്നോർത്താൽ, എത്ര ധന്യമേ ലോക ജീവിതം. പാടുമ്പം എളുപ്പം പാടിത്തീർക്കാൻ കഴിയും, പക്ഷേ നാളെക്കുറിച്ചുള്ള ആകുലതകൾ നമുക്ക് പലർക്കുമുണ്ട്, എനിക്കുണ്ട്. പക്ഷേ കർത്താവ് ജീവിക്കുന്നു. അവൻ എന്നും എന്നേക്കും, ഇന്നും എന്നും എന്നേക്കും അന്യനായ ദൈവമാണ്. അവന് മാറ്റമില്ല. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അന്യനാകുന്നുവെന്ന് എബ്രായ ലേഖനം 13:8 ദൈവത്തിൻ്റെ വചനം വ്യക്തമായി പറയുമ്പോൾ, ഇന്നലകളിൽ നമ്മുടെ പിതാക്കന്മാരെ നടത്തിയ ആ മഹാദൈവം നമ്മെ ഇന്നും നടത്തും. അവൻ്റെ വലിയ കരം നമുക്കെന്നും തുണയായിരിക്കും. അതിനായി ദൈവം ഈ വചനങ്ങളാൽ നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ചിന്ത ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ദൈവം എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കും.